let's start with some 2018 question papers. അപ്പോൾ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018 പല സെക്ഷൻ ALP ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക NTPC ക്വസ്റ്റ്യൻസ്, അത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അധികം വെയിറ്റ് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ നോക്കിയേ. ഇതിൽ എന്താണ് നെക്സ്റ്റ് ടേം വരിക? കമന്റ് ചെയ്തോളൂ. ഇപ്പൊ കുറെ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഈ സ്ലൈഡ് കുറച്ച് സമയം ഇവിടെ എന്താ പറയാ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് ആൻസർ എന്നുള്ളത് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പലരും അല്ല, എല്ലാവരും സെയിം ആണല്ലോ പറയുന്നത്. എല്ലാവരും Y എന്നുള്ള ഓപ്ഷൻ ആണ് പറയുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസറും. ഒരു മിനിറ്റ്, ഇത് എഴുതാൻ പറ്റുന്നില്ല. Ctrl+P. യെസ്, ഓക്കെ. അപ്പോ ഏറ്റവും ആദ്യം ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എന്താ പറയാ Y എന്നുള്ള ആ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്ഷൻ സി കിട്ടിയത് എന്നുള്ള മെത്തേഡ് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടല്ല, ബട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം. എങ്ങനെയാണ് Y കിട്ടിയത്? ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഈ നമ്പർ അങ്ങ് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നോക്കിയാലും മതി അല്ലെ. ABCD അല്ലെ, ജസ്റ്റ് 1+3 കറക്റ്റ് കമന്റ് ചെയ്തു. യെസ്, എന്താ പറയാ, G എന്ന് പറഞ്ഞാൽ 7, 10, 13. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനേക്കാളും ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഈ ABCD കൊടുക്കുന്നതിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ A to Z എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക 26 ലെറ്റേഴ്സിൽ 5ന്റെ മൾട്ടിപ്പിൾ എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 20 ആണ്, Y എന്ന് പറഞ്ഞാൽ 25 ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഇന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് കുറച്ച് കോഡിങ് ഡീകോഡിങ് വരുന്നുണ്ട്. അതിന്റെ മുമ്പായിട്ട് കുറച്ച് നമ്മുടെ എന്താണ് മിസ്സിംഗ് നമ്പേഴ്സ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ പലതരം മിസലേനിയസ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. 2018 അല്ലാതെയൊക്കെ ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഏതായാലും ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കോളൂ. 896 632 54 ക്വസ്റ്റ്യൻ മാർക്ക് 240 108 96 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും വലിയൊരു ഹിന്റ് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വലിയ നമ്പർ, അതല്ലെങ്കിൽ കൂടുതൽ എലമെന്റ് ഉള്ള ഡയറക്ഷൻ, ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ മെത്തേഡ്. എന്ന് പറഞ്ഞാൽ നോർമലി അങ്ങനെയാ വരും. അപ്പോൾ ഇവിടെ 865 240, അപ്പൊ ഈ 865 യൂസ് ചെയ്ത് 240 കിട്ടുന്നതായിരിക്കണം സംഭവം. കാരണം ഇത്രയും വലിയ നമ്പർ അല്ലേ. മാത്രമല്ല ഈ ഡയറക്ഷനിലേക്ക് 4 നമ്പർ, ഇങ്ങോട്ടാണെങ്കിൽ 3 ഉള്ളൂ. ചില ക്വസ്റ്റ്യൻ എങ്കിലും 2 ഡയറക്ഷനിലും നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 865 ഇതെങ്ങനെയാണ് 240 ആവുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. എന്താ ചെയ്യുക, ഇവിടെ 8 × 5 8 5 40 4 6 24 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 240 കിട്ടും. കാരണം 6 × 8 48 അല്ലെ, 48 × 5 240 കറക്റ്റ് ആണ്. സോ 96 ഡിവൈഡഡ് ബൈ 6 × 2 ഇതാണ് നമ്മുടെ ആൻസർ അല്ലെ. അല്ലെങ്കിൽ സംതിങ് × 6 × 2 അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 96/6 ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 136 ൽ 6 16/2 എന്ന് വരും. എന്താ 16/2? 16/2 is nothing but 8. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഡിഫറെന്റ് ആൻഡ് ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ദിസ് മിസ്സിംഗ് നമ്പേഴ്സ് ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ഇൻ മെനി ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് നോർമലി നമ്മൾ സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ, പിന്നെ അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. ഇപ്പൊ നോർമലി കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡിഷൻ അതൊക്കെയാണ് നോർമലി ഉണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്ക്വയർ, ക്യൂബ്. ഓക്കെ, അപ്പോ ഇതിൽ വെറും മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2018 ചോദിച്ചിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതില് കംപ്ലീറ്റ് ദ സീരീസ് വളരെ ഈസിയാണ്, കണ്ടിട്ട്
കാരണം എങ്ങനെ നോക്കണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യും. കാരണം 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ, 2 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് കണ്ടോ ആൻസർ കമന്റ് വന്നു കഴിഞ്ഞു. 2 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് വളരെ ഈസിയാണ്. കാരണം ഒരു നമ്പർ കണ്ടാൽ പോലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം എന്താണ്, ഇവിടെ ഒരു നമ്പർ കിട്ടിയാൽ തന്നെ ആൻസർ കിട്ടുമെന്ന് പറയാനുള്ള കാരണം ഓരോ എലമെന്റ്സും ഡിഫറെന്റ് ആണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയതാ, എല്ലാവരും അടിപൊളിയായിട്ട് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. 7, 8, 9, 10 കണ്ടോ, എത്ര എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇത് കിട്ടിയാൽ പിന്നെ നിങ്ങൾ വേറൊന്നും നോക്കണ്ട, കാരണം 10 ഉള്ള ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് വരുന്നത് അല്ലെ, ഈസി അല്ലേ. പക്ഷെ ഇതിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാനും അതേപോലെ തന്നെ ജോബിലേക്ക് എത്താനും സാധ്യതയുള്ളവർ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എല്ലാ ഡിഫറെന്റ് പോർഷൻസ് ഓഫ് ദി സിലബസ് ഇത് അറ്റ്ലീസ്റ്റ് ടച്ച് ചെയ്തിട്ടെങ്കിലും ഉള്ളവരായിരിക്കും. അല്ലാതെ ഒരു പരിചയമില്ലാതെ നേരെ പോയിട്ട് അങ്ങോട്ട് എഴുതിയാൽ നമ്മളെ ഇന്റലിജൻസിനേക്കാൾ കുറവുള്ളവർ തന്നെ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് കൊണ്ട് അവിടെ കാര്യം ഉണ്ടാവില്ല. കാരണം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അപ്പൊ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരുന്നവർക്കാണ് ഏറ്റവും ചാൻസ് കൂടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വീണ്ടും ഒരു മിസ്സിംഗ് നമ്പർ. ഇവിടെ നിങ്ങൾക്ക് 18 and 43 ക്വസ്റ്റ്യൻ മാർക്ക് കാണുമ്പോൾ തന്നെ എന്തായാലും താഴോട്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ള പിടി കിട്ടും. കാരണം 1, 3, 4, 2, 4, 5 അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം ഈ 43 89 തമ്മിൽ വലിയൊരു റിലേഷനോ ക്ലോസ്നെസ്സോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. സോ സംതിങ് ഈസ് ഹിയർ ആൻഡ് ദാറ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട്. എന്തായിരിക്കും ഇവിടെ? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്വയർ നമ്പർ അതേപോലെ തന്നെ ക്യൂബ് നമ്പർ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3, 4, 43. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും 3, 4 മൾട്ടിപ്ലൈ ചെയ്താലൊന്നും 43 കിട്ടൂല. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, ആ ഒരു ചിന്തിക്കേണ്ട വേ മെയിൻലി സ്ക്വയർ, ക്യൂബ്, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 4, 5, 89 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സിമ്പിൾ നമ്പർ ഇതാ 3, 4, 43. അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ 3, 4 എങ്ങനെ ഇപ്പൊ 43 കിട്ടുക? അപ്പൊ നമുക്ക് പറയാൻ പറ്റും 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്. പക്ഷെ അതുകൊണ്ട് അവിടെ എത്തൂല, ശരിയല്ലേ? ഇനി അതല്ലെങ്കിൽ എന്താ പറയാൻ പറ്റുക, ഇവിടെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഇവിടെ സ്ക്വയർ, ക്യൂബ്, അതല്ലെങ്കിൽ എങ്ങനെയാ ഇത് ചെയ്യാൻ പറ്റുക? 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്, 25. അപ്പൊ അതല്ല പിന്നെന്താണ്? ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാ, എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? ഇപ്പൊ 89 കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടേണ്ടതാണ്. എങ്ങനെയാണ് കിട്ടുക? ആരെങ്കിലും കമന്റ് ചെയ്തേ. സ്ക്വയർ, ക്യൂബ് എന്നുള്ള രീതിയിലാണ് നോർമലി വരിക. എങ്ങനെയാ വരിക? ജസ്റ്റ് ലോജിക് കമന്റ് ചെയ്തേ, ലോജിക്. ഒരാൾ കമന്റ് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്താണോ? 4ന്റെ ക്യൂബ് പ്ലസ് 5ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 25 പ്ലസ് 64. അപ്പൊ അതെന്താ വരിക? 89 ആണ് വരിക. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 3ന്റെ ക്യൂബ് എന്താണ്? 27 ആണ്. 27ഉം അതേപോലെ തന്നെ 4ന്റെ സ്ക്വയർ 16ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 43 കിട്ടും. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന്റെ ക്യൂബ് 1 തന്നെ അല്ലെ? അതേപോലെ തന്നെ 2ന്റെ സ്ക്വയർ 4 ആണ്. 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഏതായാലും ഫുള്ള് നമുക്ക് നേരെ അങ്ങ് ചെയ്തു പോവാം. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കുക. ഇത് എന്താണ് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യുക? ഇവിടെ 35 അതേപോലെ തന്നെ 32, 51 ഇത് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് ഇപ്പൊ എങ്ങനെയാ നമ്മൾ പറയാ? ഏത് ഡയറക്ഷനിലേക്കാണെന്നുള്ളത് ആദ്യം നോക്കാം. പക്ഷേ ഇതിലെന്താണെന്നറിയോ, ഇതില് നമുക്ക് ഇങ്ങോട്ടും ഡയറക്ഷൻ ആവാം ഇങ്ങോട്ടും ആവാം. പക്ഷേ ബൈ ദ സിമെട്രി ഓഫ് ദിസ് ഓർ ബൈ ദ എന്താ പറയാ, ബൈ ദ സൈസ് ഓഫ് ഈച്ച് നമ്പർ ഓർ ബൈ ദ എന്താ പറയാ ലാർജസ്റ്റ് ഓർ സ്മോളസ്റ്റ് നമ്പർ കേസ് യു ക്യാൻ അസ്യൂം ദാറ്റ് ദിസ് വിൽ ബി ദ ഓർഡർ. ഇതായിരിക്കണം ഓർഡർ. ഇനി എങ്ങനെയാണ് ഇത് കിട്ടുക?
അപ്പൊ ഇവിടെ ഞാൻ 51-ഉം 37-ഉം 47-ഉം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് നോക്കട്ടോ. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 18-ഉം 14-ഉം ആഡ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും എന്ത് 32 ആണ് വരിക. അങ്ങനെ ആഡ് ചെയ്യുന്നതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ രണ്ട് നമ്പർ ആഡ് ചെയ്ത് എന്ത് കിട്ടൂല? 51 കിട്ടൂല. സോ എന്താണ്? ആർക്കും ലോജിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡിഷൻ അല്ലെങ്കിൽ അഡിഷൻ ആൻഡ് ഡിവിഷൻ അങ്ങനെയും പറയാം. കാരണം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സെയിം ആണല്ലോ. ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ ആയി. അതേപോലെ തന്നെ അങ്ങനെ എങ്ങനെ വേണേലും പറയാം. പക്ഷെ എന്തായാലും ഇത് നമ്മൾ പറഞ്ഞു അഡിഷനും അതേപോലെ തന്നെ ഡിവിഷനുമാണുള്ളത്. അല്ലെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞ് ആഡ് ചെയ്തു എന്ന് വേണേൽ അങ്ങനെയും പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്നാണ്. സോ അത് തന്നെയാണ് ഇവിടെ കറക്റ്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 35 അഡിഷൻ ആയിട്ടുണ്ട്. അടിപൊളി. ഇവിടെ ഞാൻ കമന്റ് ചെയ്യുമ്പോൾ ഫുൾ സ്റ്റെപ്പ് അക്ഷയ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 28 + 9 37. അതേപോലെ തന്നെ എക്സ് പ്ലസ് 14/2 7 ഈസ് ഈക്വൽ ടു 47. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 40. കറക്റ്റ് അല്ലേ? ജസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ആൻസർ അല്ലെങ്കിൽ തേർഡ് നമ്പർ. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് നിങ്ങളുടെ തെറ്റെന്നൊന്നും നിങ്ങളുടെ കുറ്റെന്നൊന്നും പറയില്ല. കാരണം എന്താ പറയാ, ഇത് നമുക്ക് നോർമലി പല രീതിയിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് മിസ്സിംഗ് നമ്പർ. ഏറ്റവും ടഫായിട്ട് വരാവുന്ന ഒരു സെക്ഷനും കൂടിയാണ് മിസ്സിംഗ് നമ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സിമം മിസ്സിംഗ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതല്ലാത്ത എന്താ പറയാ, ഈ ഡിക്ഷണറി ഓർഡർ, വേർഡ് ഫോർമേഷൻ ഫ്രം എ ഗിവൺ വേർഡ്, അതൊക്കെ വളരെ ഈസി, ഒരു പണിയില്ല. കോഡിങ്, ഡീകോഡിങ് പ്ലസ് ബ്ലഡ് റിലേഷൻ, അതൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെന്താ വരിക? ഓഡ് വൺ ഔട്ട് അല്ലെ ഓഡ് മാൻ ഔട്ട്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസിയാണ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ആൻസർ. അപ്പോ ഇതിന്റെ ആൻസർ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റിയ അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 27-ഉം അതേപോലെ തന്നെ 64 ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്. അതൊക്കെ 27 ആയാലും 64 ആയാലും 8 ആയാലും ക്യൂബ് നമ്പർ ആണ്. അതേപോലെ തന്നെ 9-ഉം 64-ഉം സ്ക്വയർ നമ്പർ ആണ് അല്ലെ. അപ്പോ ഇവിടെ ക്യൂബ് നമ്പർ ആണ്. ഇപ്പൊ 3 എണ്ണം ഒരു കാറ്റഗറി, ഒന്ന് അതിൽ പെടാത്തത് എന്നാണല്ലോ നമ്മൾ പറയാ അല്ലെ. അല്ലാതെ 2 നമ്പർ ഒരു കാറ്റഗറി, 2 ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 2 ആൻസർ പറയേണ്ടി വരില്ലേ? അപ്പൊ അത് പറ്റില്ല. ഇതിൽ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ 3 എണ്ണവും എന്താ പറയാ, ക്യൂബാണ്. ഈവൺ ഇഫ് 64 ഈസ് എ സ്ക്വയർ ആസ് വെൽ ആസ് ക്യൂബ്, ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ ബിക്കോസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓപ്ഷൻ ഈസ് എന്താണ്, ഇവിടെ സ്ക്വയർ മാത്രമായിട്ട് വരുന്നത് ഈ ഒരു നമ്പർ ആണ്. അതാണ് എന്ത്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്, അനാലജി. അപ്പോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും ഇതും എന്താണോ റിലേഷൻ, അതേപോലെ ഇതും എന്താണോ റിലേഷൻ, അതേപോലെ ഇവിടെ എന്താണ് റിലേഷൻ, ഇതാണ് ചോദിക്കുന്നത്. സോ ഈസി ഇസിന്റ് ഇറ്റ്? കമന്റ് ചെയ്തോളൂ. എന്താണ്, വളരെ ഈസി. ജസ്റ്റ് നിങ്ങൾ എന്താ പറയാ, ഞാനൊരു ട്രിക്ക് പറയാം. ഇത് നോക്കിയേ, എ ബി സി ഡി ഇ എഫ്, ഇവിടെ എന്താ വരിക, ജി എച്ച്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഇതും തെറ്റാണ്. ഏതായാലും ഇവിടെ ആൻസർ വരെ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. കാരണം ഇവിടെ വിയുടെ പ്രീവിയസ് ലെറ്റർ, അതിന്റെ പ്രീവിയസ് ലെറ്റർ, അതിന്റെ പ്രീവിയസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ PQRSTUV എന്ന് പറഞ്ഞ എല്ലാം -1 അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് എന്താ പറയാ, ഇവിടെ എസ് ആണ് വരിക. അങ്ങനെ വരുമ്പോ SGH എന്ന് വരും. ഇനി വേറൊരു കാര്യം പറയാം. ഇവിടെ എക്സാം ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നറിയോ? എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇവിടെ GH അല്ലായിരുന്നു. ഇവിടെ എന്തോ വേറൊരു IJ ആണ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് ഞാൻ മാറ്റിയതാണ്. കാരണം വളരെ സിമ്പിൾ ആയി പോയതുകൊണ്ട് ഇത് ഞാൻ മാറ്റിയതാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ GH എന്ന് പറയുമ്പോൾ D കിട്ടും. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ്. ഓക്കെ, അല്ലെങ്കിൽ വളരെ ഈസി ആയി പോയി, ഏറ്റവും ഈസി. ഇനി അടുത്ത എന്താ പറയാ, ജസ്റ്റ് എന്താ പറയാ, എന്താണ് ഇതിന്റെ ഓർഡർ എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആദ്യം എന്താ ചെയ്യുക, അറസ്റ്റ് ചെയ്യാണോ, അല്ലെങ്കിൽ ആദ്യം തെഫ്റ്റ് നടത്തുകയാണോ ചെയ്യുക, അല്ലെ ആദ്യം പണിഷ്മെന്റ് ആണോ? ഇതിന്റെ ഓർഡർ എന്താന്നാ ചോദിക്കുന്നത്. ഓക്കെ,
ഇത് CGL-നും വരുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ, വാട്ട് ഈസ് എ മീനിങ് ഫുൾ ഓർഡർ? ഇപ്പൊ ചില ബുക്കിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇൻഡെക്സ്, ടൈറ്റില്, പിന്നെ കൺക്ലൂഷൻ, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ആ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ കമന്റ് കണ്ടോ, കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ മാക്സിമം കമന്റ് വരുന്നതാണ് നമുക്ക് നല്ലത്. അല്ല ഞാൻ നേരെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതും ക്ലാസ് പോലെ ആവേണ്ട, മാക്സിമം പേര് കമന്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തെഫ്റ്റ് നടക്കുന്നു. അങ്ങനെ തെഫ്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പണിഷ്മെന്റ് ചെയ്യല്ല, പിന്നെ കോർട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവും. ജഡ്ജ്മെന്റ്, ആ ജഡ്ജ്മെന്റ് പ്രതികൂലമാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പണിഷ്മെന്റ് കിട്ടും. അനുകൂലമാണെങ്കിൽ വെറുതെ വിടും, അത് വേറെ കാര്യം. അപ്പൊ ഏതായാലും ഇവിടെ ഓപ്ഷൻ വരും, നിങ്ങൾ പറഞ്ഞ പോലെ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഒന്നും നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തില്ല, കാരണം ഇത് അത്രയും ഈസിയാണ്, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാതിരുന്നത്. ഇങ്ങനത്തെ വേറെ ഉണ്ട് കേട്ടോ. ഫൈൻഡ് ദ ഡിക്ഷണറി ഓർഡർ, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം വലിയ ഈസി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്യാതിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തത്, കാരണം എല്ലാവരും ഒരേപോലെ പറയും. അത് തന്നെയാണ് വേണ്ടത്. എന്തായാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. ഇനി 9th വണ് വീണ്ടും മിസ്സിംഗ് നമ്പർ. ഇതെന്താണ് വരിക നോക്കിയേ, എന്താണ് ആൻസർ വരിക? ഇതില് ഒരു ഹിന്റ് പറയാനുള്ളത് ഇതാണ്. ഇവിടെയുള്ള ഒരു ഹിന്റ്. കമന്റ് വന്നപ്പോഴേ കമന്റ് വന്നു. അബൂബക്കർ പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്നാണ്. അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അബൂബക്കർ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ ഇത് എന്ന് പറയുമ്പോൾ ബേസിക്കലി 8 അതേപോലെ തന്നെ 27, ഇത് രണ്ടും എന്ത് നമ്പറാണ്? ക്യൂബ് നമ്പറാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ, എന്തെങ്കിലും ക്യൂബിന്റെ റിലേഷൻ ഇതിൽ വന്നിട്ടുണ്ടോ? സംതിങ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു മേക്ക് ദിസ് 3 and 7 എ ക്യൂബ് നമ്പർ? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 9 അതേപോലെ തന്നെ 7, ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് 8 ആക്കാൻ പറ്റുക? ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക, എന്നിട്ടോ ക്യൂബ് ചെയ്യുക. ഇതാണ് സംഭവം. അതേപോലെ 5 - 2, അതെന്താ വരിക? ഡിഫറൻസ് എടുക്കുക, ക്യൂബ് ചെയ്താൽ 27 ആണ് വരിക. അതേപോലെ തന്നെ 7 - 3 is nothing but 4. The cube of 4 is 64. സോ അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഈസി ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് ദ ഹൈറ്റ് ഓഫ് എ ആൻഡ് ബി ആർ ഈക്വൽ. എ ബി ഈക്വൽ ആണ്. സി ഈസ് ഷോർട്ടർ ദാൻ എ, ഡി ഈസ് ഷോർട്ടർ ദാൻ ഇ ബട്ട് ടോളർ ദാൻ ബി. ഹൂ ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എ ബി ഈക്വൽ ആണ്, പിന്നെ അതേപോലെ സി ഈസ് ഷോർട്ടർ ദാൻ എ ആണ്, ഡി ഈസ് ഷോർട്ടർ ദാൻ ഇ ആണ്, ബട്ട് ടോളർ ദാൻ ബി ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഡി ഷോർട്ടർ ദാൻ ഇ ബട്ട് ടോളർ ദാൻ, ഡി ഈസ് ഷോർട്ടർ ദാൻ ഇ ബട്ട് ടോളർ ദാൻ ബി എന്നാണ് പറഞ്ഞത്. ഇനി അതേപോലെ ഹൂ ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇവിടെ ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ഇ ആണ് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്ത, ആദ്യം ഈ രണ്ട് കാര്യങ്ങൾ എഴുതി, പിന്നെ പറയാണ് എന്ത്, ഡി എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഇ ആൻഡ് ബി ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇ എന്ന് പറയുന്ന ആളാണ് ടോളസ്റ്റ്.